ഇറാനുമായുള്ള സമാധാന കരാർ അന്തിമഘട്ടത്തിലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ധാരണാപത്രത്തിലുണ്ട്. കരാറിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയാണെന്നും താമസിയാതെ പ്രഖ്യാപിക്കുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതേസമയം സമാധാന കരാറുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പ്രസ്താവന ഇറാൻ തള്ളി. മധു കൊട്ടാരക്കര ഒരിക്കൽ കൂടി ചേരുകയാണ് അമേരിക്കയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്നലെ വരെ ഈ ചർച്ച അല്ലെങ്കിൽ ഈ ഒരു കരാറിലേക്ക് എത്തുന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഇനി കരാറിലെത്തുന്നില്ലെങ്കിൽ കടുത്ത ആക്രമണം നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പും ഭീഷണിയും ഇറാൻ അവഗണിക്കുന്ന പ്രസ്താവനകൾ വരികയും ചെയ്തതാണ്. ഇപ്പോൾ ഏതു സാഹചര്യമാണ് ഈ ഒരു കരാറിലേക്ക് എത്തുമെന്ന സൂചന നൽകുന്നത്? ഇനി എന്തൊക്കെ വ്യവസ്ഥകളിലാണ്, പ്രത്യേകിച്ച് ഹോർമൂസിന്റെ കാര്യത്തിലൊക്കെ എന്താണ് ഇപ്പോഴത്തെ ധാരണ? ഗൂഗിൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നുള്ള സൂചനകളാണ് ഇന്ന് രാവിലെ വന്നുകൊണ്ടിരുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രം ഏറെക്കുറെ തയ്യാറായിട്ട് ഉണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇത് വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, ഈ സുപ്രധാന കപ്പൽപാത ഹോർമൂസ് കടലിടുക്ക് അത് അടച്ചുപൂട്ടിയത് ആഗോള എണ്ണ ഊർജ്ജ വിപണികളെയൊക്കെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഉരുത്തിരിയുന്ന ഈ സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പാത വീണ്ടും തുറക്കുവാൻ പറ്റുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. കരാറിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. അതിന് പുറമെ മറ്റെന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. കരാറുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ വിവരങ്ങളും അതുപോലെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അത് വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഒരുപക്ഷെ ഇന്ന് മാധ്യമപ്രവർത്തകരുമായിട്ട് വൈകുന്നേരം ഡൊണാൾഡ് ട്രംപിന്റെ ഒരു കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ വൈറ്റ് ഹൗസിൽ വെടിവെപ്പും ഒക്കെ വൈറ്റ് ഹൗസിന് പുറത്ത് നടന്നതും ഈ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള കൂടിക്കാഴ്ച ക്യാൻസൽ ആക്കിയതും. അതുകൊണ്ട് കൃത്യമായിട്ട് എന്താണെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല. എന്നാൽ ഇറാന്റെ വാർത്താ ഏജൻസി ഫാഴ്സ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ചർച്ച ചെയ്യുന്ന കരാർ പ്രകാരം ഈ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന് തന്നെയായിരിക്കുമെന്നാണ്. യുദ്ധം അവസാനിപ്പിക്കുവാൻ തികച്ചും വളരെ സമഗ്രമായിട്ടുള്ളൊരു കരാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നെന്ന് പാകിസ്ഥാനും പറയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ കൃത്യമായിട്ട് ആര് പറയുന്നതാണ് ശരി എന്നുള്ളത് അറിയാനായിട്ട് വരും മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പ്രവിത, ഗൂഗിൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.